അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം തൊപ്പിയൊക്കെ വെച്ച് നമ്മുടെ പപ്പ വന്നിട്ടുണ്ട്. പപ്പ അല്ല, പാപ്പ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് ഒരുക്കങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എന്താ പറയാനുള്ളത്? അപ്പൊ എന്നാ പറയാനുള്ള, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവർഷം നേരുന്നു അല്ലേ? നമ്മളും ചെറിയ തോതില് ക്രിസ്മസ് ഒക്കെ ഒന്ന് ആഘോഷിക്കാൻ വെക്കുന്നു, ചെറിയ തോതിൽ കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാം. നേരെ നമുക്ക് വീട്ടിലിട്ടോ. പുൽക്കൂട് ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ പുല്ല് ചെത്തിക്കൊണ്ട് പോകാൻ വന്നതാട്ടോ. നമ്മുടെ വീടിൻ്റെ താഴോട്ട് നമ്മുടെ വാജ്ഞൻ്റെ വീട്ടിൽ പോകുന്ന വഴിയായത്. അവിടെ കുറേ പുല്ലുണ്ട്, ഉണങ്ങിയതും പച്ചയൊക്കെ ആയിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും ഒക്കെ കുറവാണ്, മരങ്ങൾ നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെ നിന്ന് പുല്ല് പറിച്ചുകൊണ്ട് പോകാൻ തോർത്തുകൊണ്ട് വരുക. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നോ പുല്ലെടുത്ത്? കഴിഞ്ഞ വർഷം ഉണ്ടോ? മോളുണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ പിള്ളേർക്കൊരു രസമല്ലേ? അതെ, നമ്മൾ അതിന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കും. അപ്പോൾ ഇച്ചിരി പുല്ല് എത്തി തന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. ചെറിയ കമ്പും ഒക്കെ ഒന്ന് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് പുല്ലെടുക്കാന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് പുല്ല് പറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടായിരുന്നു. നമ്മളെല്ലാ വർഷവും ഇവിടെ തന്നെയാണ് വന്ന് എടുക്കുന്നത്. ഒരു പ്രാവശ്യം മാത്രം നമ്മൾ വാട്ടർ ടാങ്കിന്റെ അവിടെ ഇഷ്ടം പോലെ ഉണക്കപ്പുല്ലുണ്ട്. ശകലം മതി നമുക്ക്, ചെറിയൊരു പുൽക്കൂട് അല്ലേ? അതെ അതെ, പിള്ളേർക്കൊരു സന്തോഷത്തിന്. മാളക്കുട്ടി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി എടുത്തോണ്ട് പോവാ, ഭയങ്കര വെയിലല്ലേ, ഞാൻ വരുന്നില്ല, എനിക്കിച്ചിരി വെയിൽ കൊണ്ടാൽ തലവേദനയൊക്കെ എടുക്കും, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വന്നത്. ഇവിടെ ഇഷ്ടംപോലെ പുല്ലുണ്ട് കേട്ടോ. മറ്റേ ആ പൂത്ത് നിൽക്കുന്ന പുല്ലില്ലേ, അത് കൂട്ടാണെങ്കിലും മതി, അതാ എളുപ്പം വെച്ച് കെട്ടാനൊക്കെ. അന്നേരം നമ്മൾ താഴെ ഈ പാറയുടെ ഇവിടെ വന്നു, ചാക്കൊക്കെ വിരിച്ചിട്ടു, കച്ചിപ്പുല്ല് കണ്ടിക്കുന്നുണ്ട്. നേരത്തെ ഈ പാറയിലായിരുന്നു നമ്മൾ തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഓലിയുണ്ട്, അത് കാണിച്ചു തരാവേ. പുതിയതായിട്ട് വന്നവർക്ക് അറിയത്തില്ലായിരിക്കും, നേരത്തെ വന്നവർക്കെല്ലാം നമ്മുടെ ഈ ഓലിയും വെള്ളം കിടക്കുന്ന എല്ലാം പരിചയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആറ ടൈപ്പ് പുല്ല് ഉപയോഗിച്ചാ കഴിഞ്ഞ പ്രാവശ്യം അവൻ ഉണ്ടാക്കിയത്. അതെ അതെ, ശ്രീകുട്ടനാ ചെത്തിയത്. അപ്പോൾ നമുക്ക് അത് തന്നെ കുറച്ച് ചെത്തിക്കൊണ്ടപ്പോൾ ഞാനൊരു ഇത് കൂട്ടൊക്കെ കൊണ്ടുപോകും, ചാക്കൊക്കെ. അപ്പം എല്ലാം ചെത്തിക്കൊണ്ട് കൊടുക്കുവാണേലേ മോളതിൻ്റെ പാങ്ങിനുണ്ടാക്കിക്കോളും. മോളുണ്ടാക്കിക്കോളും, മോക്കതൊക്കെ ഇഷ്ടമാണ്. അതെ അതെ, എല്ലാത്തിനും നമ്മൾ കൂടെ നിൽക്കണം. കൂടെ നിന്നാലേ ശരിയാവും. അല്ലാതെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റിയെന്ന് പറയും. തെന്നി വീടല്ലേ. ഈ ഓലി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ ഓലി ഒത്തിരിയും പ്രാവശ്യം വന്ന് നമ്മളിവിടെ അലക്കുന്നതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ വന്നാൽ നേരത്തെ നമ്മൾ പൊന്നും മോനും ഒക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. ഇപ്പോഴും ഒരു അലക്കുകലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ചക്കൊക്കെ മുടക്കി കെട്ടി വരുന്നുണ്ട്. ശകലം മതി അല്ലേ? കൊണ്ട് കൊടുത്താൽ കൊച്ചിപ്പം റെഡിയാക്കി തരും. വെയിറ്റ് ഇല്ല, നല്ല ഉണങ്ങി നിൽക്കുന്നുണ്ട്. കൂടുതൽ ഉണക്കപ്പുല്ലുകളാ മൊത്തം നിൽക്കുന്നതല്ല ഇതിന് ഉപയോഗിക്കുന്നത്. പച്ചപ്പുല്ലുണ്ട്, എന്നാലും ഉണക്കയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ 2 ഈന്തല നിൽപ്പുണ്ട്, അതും കൂടെ വെട്ടിക്കൊണ്ട് പോകാം അല്ലേ? അതിന് മണ്ട കൊട്ടേട്ടൻ നമ്മുടെ മൊയിലും കുഞ്ഞുങ്ങളുള്ള തീറ്റ പറിക്കുക. ഇവിടെ കുറേ വേനപ്പച്ചയും കൊന്തം പുല്ലും ഒക്കെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേന് നന്നായി ഇച്ചിരി തീറ്റയും കൂടെ പറിച്ചുകൊണ്ട് പോയേക്കാം. നല്ല വെള്ളയാണ്. ഈ കുടുംബം എല്ലാം ഇത്രയും നല്ല പച്ചപ്പ് കിട്ടാനില്ല. ഇത് ഏറ്റവും ഇഷ്ടമുള്ള സാധനമൊക്കെയാണ് കൊന്തമ്പുല്ലും വേനപ്പച്ചയൊക്കെ. അത് ഞാൻ ശകലം കണ്ടപ്പോൾ പറിക്കുമോ, അതുകൂടെ കൊണ്ട് കൊടുക്കണം മോൾക്ക്. അതെന്നാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ പുൽക്കൂടുണ്ടാക്കാൻ പപ്പായും മോളും കൂടെ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ മൊയിലിന് വെള്ളം ഒഴിക്കാൻ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ പറിച്ചോണ്ട് പോയേക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ശ്രീകുട്ടൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് അതിനെന്തോ ഒരു സ്ട്രക്കായിപ്പോയി, പിന്നെ കൊണ്ടുപോയി റെഡിയാക്കിക്കൊണ്ടാണ് വന്നത്. പോകാറായോ? ഈന്തലയും വെട്ടിയോ ഇതിൻ്റെ ഇടയ്ക്ക്? 3-4 ഈന്തല വെട്ടിയല്ലേ? 4 ഈന്തലയുണ്ട്, പുൽക്കൂടിനുള്ള പുല്ലുണ്ട്. ഞാൻ ഒരു പിടി കൂടെ തരട്ടെ. ഞങ്ങൾ ഇറങ്ങി പോന്നിട്ട് 10-15 മിനിറ്റ് ആയപ്പം കാണാഞ്ഞിട്ട് എൻ്റെ മോള് അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇതുണ്ട്, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സയൻസ് സ്കൂളൊക്കെ കാണാം കേട്ടോ. നമ്മുടെ സ്വരാജിലെ സയൻസ് സ്കൂൾ കാണാം, മാട്ടുക്കട്ട പള്ളി കാണാം അല്ലേ? ഡാമിലെ വെള്ളമൊക്കെ ഇറങ്ങി കുറേശ്ശെ വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭയങ്കര വെയിലാണ്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. പുല്ലൊക്കെ ഇത് മതി. അതല്ലേ മോളും കൂടെ എന്തെങ്കിലും എടുക്കണം. അതായത് വന്നതല്ലേ. അതെ, നീണ്ടിരിക്കുന്ന ഇലയുടെ പേര് ചിത്തീന്തല കേട്ടോ.
പേരൊക്കെ മറന്നുപോയി. ചിറ്റീന്തല. ഇതെന്തിനാ മണ്ടമയ. ഓക്കെ, പോകാം. സംഭവം ഞാൻ അമ്മയുടെ കയ്യിലോട്ട് കൈമാറിയിട്ടുണ്ട്. ഇനി വരുവാ. ഇനിയിപ്പോൾ ആരംഭമാണ്. ഭയങ്കര വെയിലാണ്, അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും അറിയോ. കയറ്റം കയറിയിട്ടേ അവിടുന്ന് ഇങ്ങോട്ട് കയറ്റമല്ലേ, കയറ്റം കയറിയിട്ട് അണച്ചിട്ട് മിണ്ടാൻ പറ്റില്ല. അണച്ചിട്ട് മിണ്ടാൻ പറ്റത്തില്ല. ഞാനും അങ്ങനെ നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് നടന്നിട്ട് എന്താ പോലെ. അത് തന്നെയല്ല, താഴോട്ടിറങ്ങി പോയപ്പോഴത്തേന് ഭയങ്കര വെയിലില്ലായിരുന്നു. ചിന്നേരം വെയിലത്ത് നിന്നപ്പോഴത്തേന് എന്തോ പോലെ. കയറി ചാക്കൊക്കെ വെച്ച് കീറി പരിപാടി ആരംഭിച്ചു കേട്ടോ. പപ്പായും മോളും കൂടെ ചാക്ക് കീറി എടുക്കുന്നതിന് നമ്മുടെ ഇന്റർലോക്കെ മണ്ണ് കൊണ്ടിട്ടാ പിന്നെ വാരി എടുക്കാൻ ഭയങ്കര പാടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ചാക്ക് ചെയ്താൽ മതി. ഓക്കെ, തൂക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ ഇട്ട് നോക്കിയതാ. ചെറുതായിട്ടൊന്ന് തൂക്കണം അല്ലേ, നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഇരുന്നോണ്ടേ കൊച്ചിനറിയാം. നമുക്കും അറിയാൻ വേണേ ഉണ്ടാക്കാൻ നല്ല സെറ്റപ്പായിട്ട്. നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടി വലിയ പുൽക്കൂടം ഉണ്ടാക്കുന്നത്. വലിയ കമ്പും കാലും ഒക്കെ നാട്ടി ഈ ഈന്തിൻ്റെ ഇല തന്നെ വെച്ച് മണ്ടയിൽ. അന്നത്തെ കാലത്ത് കറണ്ടില്ല, നമ്മുടെ താഴെ വീട്ടിലൊന്നും കറണ്ടില്ല. അപ്പം ഇല്ലിയുടെ പിന്നെ ഇല്ലിയല്ല, ഇല്ലിയുടെ ഈറ്റ പൊട്ടിച്ചിട്ട് കീറിയിട്ട് അതുകൊണ്ട് നക്ഷത്രം ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് ചിരട്ടയ്ക്കകത്ത് അല്ലെങ്കിൽ ആനിക്കായുടെ ഇതുപോലെ അതിൻ്റെ തൊലിക്കകത്ത് തിരി കത്തിച്ച് വെക്കും. അപ്പോഴാണ് ഒരു പ്രകാശം ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിനകത്ത്. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ അല്ലേ, അപ്പൊ ആദ്യം തന്നെ ന്യൂ ജനറേഷൻ ഒരു ചാക്ക് കീറാൻ പറഞ്ഞു. ചാക്ക് ഞാൻ കീറി ന്യൂ ജനറേഷൻ ചാക്ക് കീറാൻ പറഞ്ഞു കേട്ടോ. റെസ്പോണ്ട് എടുത്തിട്ടുണ്ട്. എല്ലാ തവണ നമ്മൾ ഭയങ്കര ഡെവലപ്മെന്റ് ആയിട്ടാണ് ചെയ്താണ്. ഭയങ്കര സ്മോൾ പുൽക്കൂടാ കേട്ടോ. ഒരു സൈഡ് എടുത്ത് കളയാനായിട്ടല്ലേ. ഇവര് കൊറിയർ അയക്കുന്ന ടേപ്പൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ടേപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ പറയുന്നേ എവിടെ കട്ട് ചെയ്യണ്ടെന്ന് അറിയാവോ. ഇതിങ്ങനെ ഇതും കൂടെ പുതിയ കത്രിക ഉണ്ടായിരുന്നു. പുതിയ കത്രിക അത് കട്ട് ചെയ്യണോ? ഇതൊക്കെ കൊച്ചിന്റെ ചേട്ടായി പഠിപ്പിച്ചതാ. കൊച്ചിനെ ഇതൊക്കെ പഠിപ്പിച്ചത് ചേട്ടായി. കൊച്ചിനെ പണ്ട് തൊട്ടേ ചേട്ടായി ആയിരുന്നല്ലോ ഓരോ വണ്ടിയുടെ മോട്ടറൊക്കെ എടുത്തോണ്ട് വന്നിട്ട്. ആമ്പിള്ളേരെ അറിയാമല്ലോ പൊതുവെ, അങ്ങനെ ഒരു ഇതാണല്ലോ. ഇതിങ്ങനെ വരുന്നേ, മനസ്സിലായോ? ഇവിടെ ഇവിടെ ഒരു ജെല്ല് വരും, മൂന്ന് ജെല്ല് വരും മൊത്തം. അത് നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ചെളി ഇടിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ പൊത്ത് ഇട്ടു. ഇനിയുമുണ്ട് പരിപാടികള്. ഇനി പരിപാടി ഈ സൈഡിലാണ് അല്ലേ, ജനലുണ്ടാക്കുക. പപ്പായും മോളും കൂടെ. ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പമാണ് അല്ലേ. അതെ, ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതേ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് ശകലം വെയിലുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് ഇവിടെ സെറ്റപ്പായിട്ട്. എല്ലാ വർഷവും നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, കമ്പൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് സെറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, സെറ്റാ സാധനം സെറ്റാ. പണി നമ്മൾ ഓരോ പ്രാവശ്യം വെറൈറ്റി ഉണ്ടാക്കി നോക്കണമല്ലോ അല്ലേ. ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കാൻ. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി. എല്ലാ തവണ നമ്മൾ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ 2 ജനല് വെച്ചുണ്ടാക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ അല്ലേ പരിപാടി. പപ്പായും മോളും കൂടെ കുറെ നേരമായി പരിപാടി തുടങ്ങി. രണ്ടുപേരും അങ്ങ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കട്ടെ. എല്ലാ വർഷവും ഇതിന്റെ പെയിന്റ് അടിക്കുന്നോ? കൊച്ചിന്റെ പെയിന്റ് എങ്ങനെയുണ്ട്? എന്താ ഉദ്ദേശിക്കുന്നേ? അതൊക്കെ കൊച്ചു കണ്ടോണം, ചെയ്തു വരുമ്പോ കണ്ടണം. കൊച്ചു പഴയ ഒരു തനിമ കൊണ്ടുവരാൻ നോക്കുക. മണ്ണ് കുഴച്ചേക്കണോ? മണ്ണ് കുഴച്ചല്ല, നമുക്ക് ആ ഒരു കളർ കിട്ടിയാൽ ചിലപ്പോൾ മണ്ണ് കുഴച്ചിട്ടേക്കും, ചിലപ്പോൾ മണ്ണ് വാരി എറിയും. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യും അല്ലേ.
ഏതായാലും ഇവര് ഇത്രയും പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ ഇന്റർലോക്കിന് അടിക്കാനുള്ള ചോനപ്പെയിന്റുകൾ ഒഴിച്ചു കൊടുക്കാം. അതെ അതെ കുസ്താട്ടെ രണ്ടുപേരും കൂടെ അടിച്ചേനെ, രണ്ടുപേരും അടിച്ചു തീർത്താനെ. അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് ഒന്നും കൂടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 29-ാം തീയതി പരീക്ഷയാണ്. അപ്പം ഇതുവരെ പഠിക്കാനൊന്നും തുടങ്ങിയില്ല. അപ്പൊ കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പരിപാടിയായിട്ട് തിരക്കായിരുന്നു. പിന്നെ എനിക്ക് നാളെ പോണം. അപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിരുന്നു. ഡ്രസ്സ് കുറച്ച് മടക്കി തേച്ച് വെക്കാണ്ടാകും. അപ്പൊ അതിന്റെ എല്ലാം പുറകെ ഞാൻ തിരക്കാം. ഇതിന്റെ പുറകെ നിന്ന് കഴിഞ്ഞാണല്ലോ സമയം പോകും. അതുകൊണ്ട് കൊച്ചും പപ്പായും കൂടെ ചെയ്യട്ടെ. നമ്മളെല്ലാ വർഷം മുടങ്ങാൻ ഉണ്ടാക്കുന്നല്ലേ. അതെ. അപ്പം ഞാനില്ല, കൊച്ചു നല്ല രീതിയിൽ ചെയ്യും. കൊച്ചിപ്പം പറഞ്ഞു എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത് ചേട്ടായിയാന്ന്. കൊച്ചു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയി പുല്ല് എത്തി? നല്ല അടിപൊളി പുല്ല് കേട്ടോ. പുല്ലൊക്കെ കാണാൻ നമുക്ക് കൂടാൻ തോന്നും. നല്ല സെറ്റ് പുല്ല. എന്തായാലും ഫിനിഷിങ് ചെയ്യാൻ നേരത്തെ ഞങ്ങൾ വിളിച്ചേക്കാം. കുറച്ച് പരിപാടിയുണ്ട്. ഞങ്ങളൊരു ക്രിസ്മസ് ട്രീയും കൂടെ നോക്കുന്നുണ്ട് ഇതിന്റെ സൈഡിലായിട്ട്. അത് ഞാൻ എൻ്റെ ഐഡിയയാണ്. ഇത് കൊച്ചിന്റെ ഐഡിയ. ഇത് അടിച്ചിട്ട് വെയിലത്തോട്ട് വെക്കുവോ കൊച്ചേ? വെയിലത്തോട്ട് വെച്ച് ഉണങ്ങണ്ടേ ഇത്? എടാ അപ്പം കുതിർന്നു പോവല്ലേടോ? നമ്മൾ ചെളി മാത്രല്ല, ഒത്തിരി വെള്ളം തേക്കുന്നില്ലല്ലോ നമ്മള്. ഇച്ചിരി മണ്ണ് മാത്രമല്ലേ തോന്നുള്ളൂ. കുറെ പണികളുണ്ട് ഞങ്ങൾക്ക്. ആശാരി മേസ്തിരി കൂടെ പണിതോ. ഞാനേ കട്ടഞ്ഞായിട്ട് കുടിക്കണം. നീ തലവേദന ഞങ്ങൾക്ക് കൂടെ ഇച്ചിരി ഇടുവാണെങ്കിൽ ഞങ്ങളും കുടിക്കും. രണ്ട് വാക്ക് അതിനെപ്പറ്റി, ഇത്രയും നിർമ്മാണത്തിനെ പറ്റി പറയുന്നതായിരിക്കും. മണ്ണൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഇത് വെയിലത്തോട്ട് ഉണങ്ങാൻ വെക്കുക. വെയില് പോകുന്നതിനിപ്പം നമുക്ക് ഉണങ്ങാൻ വെക്കണം. അന്നേരം നമുക്കും ശ്രീകോട്ടൻ കട്ടൻ ചായ ഇട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊച്ചു കൈയൊക്കെ കഴുകാൻ പോയി. അന്നേരത്തേന് പപ്പായെ ജനലിൻ്റെ ഡോറ് റെഡിയാക്കാനായിട്ട് പറഞ്ഞിട്ട് പോയതാട്ടോ. പപ്പായ്ക്ക് പണി കൊടുത്തിട്ട് പോയി. ഒരേ അളവിൽ വേണമായിരിക്കും അല്ലേ? ഇപ്പം കട്ട് ചെയ്ത് വെക്ക. കൊച്ചു വന്നിട്ട് ജനലിൻ്റെ അളവിലൊക്കെ എടുത്ത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ? അല്ല, ഇതിന്റെ ഇടയ്ക്കേ പപ്പായും മോളും കൂടെ ഉടക്കം ഉണ്ടാക്കും. അത് നമ്മൾ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ രസം. അതെ അതെ. ഞങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് പ്രശ്നമാവും. ഞാനിവിടെ ചെരിച്ച് വായിക്ക് വേദന കൂടെ എടുക്കാൻ തുടങ്ങി. രണ്ടുപേരുടെയും പരിപാടി. മാളക്കുട്ടി അന്നേരം ജനലും ഡോറും ഒക്കെ പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പശയൊക്കെ തേച്ച് അവിടെ അങ്ങനെ ഒട്ടിച്ചു വെക്കും അല്ലേ? ഒട്ടിച്ചു വെക്കും. പക്ഷെ ഒട്ടാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. അത് നനവുള്ളണ്ടായിരിക്കും. ഒട്ടിയിരിക്കേണ്ടതാണ് നമ്മുടെ കഴിവ്. അന്നേരം കട്ടൻ ചായ കിട്ടുണ്ടോ വന്നോ? താഴോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടിപ്പോവല്ലേ? അപ്പൊ ഞാനൊരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് മാറിയത്. എന്റെ മുയലിനൊക്കെ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കണം. അപ്പൊ മേസ്ത്രി ഇവിടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇത് പിടിച്ചേ. അപ്പൊ കടിഞ്ചായ കുടിച്ചിട്ട് പോവാ അല്ലേ? കടിഞ്ചായ കുടിച്ചിട്ട് പോ. മേസ്ത്രി വർക്കുകൾ ചെയ്യുന്നുണ്ട്. മേസ്ത്രി എല്ലാം ചെയ്യുന്നുണ്ട്. സമയം പിടിക്കും അല്ലേ? കൊച്ചിൻ്റെ ജനലൊക്കെ പശ വെച്ച് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ട്. മണ്ണാണെങ്കിൽ എന്നാലേ അതിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ. നമുക്ക് സമയമുണ്ട്. ഇതിന്റെ അകത്ത് ഈ പുറമേ ഉള്ള ഈ ബേസ് ബോർഡിന്റെ ഒരു ഇതുണ്ടല്ലോ, കവറിങ്, അത് പൊളിച്ച് കളയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഓടിന്റെ പോലെ ഇരിക്കും കേട്ടോ. പക്ഷെ നമ്മൾക്ക് അതിനുള്ള സമയമില്ല. ഇവർക്ക് ഇത് പണിത് കഴിയുമ്പോ ഉപ്പുതറ വരെ പോണായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ടാണ് ചെയ്യുന്നേ. എന്നാലും ചേട്ടായി ചേട്ടായിട്ടുണ്ടോന്നാ? റെഡി ചെയ്യാം. എന്നാൽ ഞാനും കൂടി ഇച്ചിരി കുടിക്കട്ടെ.
ഇങ്ങനെയാ പെയിൻ്റൊക്കെ ഉണങ്ങി ജനലൊക്കെ പിടിപ്പിച്ചു. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരണമെന്നില്ലല്ലോ. അതെ അതെ, ഈ ജനലിനും കൂടി കളർ കൊടുക്കണം കേട്ടോ, എന്നാലേ ഒരു ഇതാകുള്ളൂ അല്ലേ. ജനൽ മാത്രം വേറെ കളർ ഇരിക്കുകയല്ലേ. കുട്ടമ്മ നമ്മുടെ സേറമ്മൊക്കെ തീറ്റ കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാൽ അതുവരെ കൊച്ചതൊക്കെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും അതൊക്കെ കൊച്ചിൻ്റെ പെയിൻ്റാ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു കുറച്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്യേണ്ടത്, നല്ല വൃത്തിക്കും മെനക്കൊക്കെ ചെയ്യാം. ഇത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കുവേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, രണ്ടൊന്ന് കുഞ്ഞു പിള്ളേരൊക്കെ വേണം അല്ലേ, എന്നാലേ ഇതെന്നതാ, അതെന്തിനാ അടിക്കുന്നേ, ഇതെങ്ങോട്ടാ വെക്കുന്നേ എന്നൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കൂടെ വേണം. അതിനല്ലേ 53 വയസ്സുള്ള കുഞ്ഞൂടെ ഉള്ളേ. അതുപോലെ കേക്കണ്ട. അപ്പം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തിരക്കുണ്ടെന്ന് പറഞ്ഞാലും കൊച്ചിനോട് 2 കമ്പൊക്കെ മുറിച്ചൊന്നും നിന്നില്ലേ ശരിയാകല. ഞാൻ എന്റെ മേൽക്കൂര മാത്രം സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അതെ അതെ, ശ്രീകുട്ടനെ ഇരിക്കപ്പുറത്തില്ല ഇവിടെ. ഇരിക്കപ്പുറത്തില്ല, എൻ്റെ കൂടെ എല്ലാ തവണയും കൂടുന്നതല്ലേ. എല്ലാ തവണയും ഞാൻ മിക്കപ്പോഴും കുറച്ചൊക്കെ കൂടിയിട്ട് ഞാൻ മടുത്തെന്ന് പറഞ്ഞ് കയറി പോകും. പപ്പായും ചേട്ടായും കൂടെയാണ് കേട്ടോ പരിപാടിയൊക്കെ. ഞാൻ ആ ലാസ്റ്റ് ടൈമിൽ വെക്കാൻ നേരമൊക്കെ പോയി കൂടത്തേ ഉള്ളു. ഈ തവണ പപ്പായും തിരക്കായി, ഇവർക്ക് ഇച്ചിരി കഴിയുമ്പോൾ പുറത്തൊക്കെ പോവുകയും വേണം. അതുകൊണ്ട് പടേന്ന് ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു ഇതില് എനിക്കൊരു അവിടെ വെച്ചൊന്ന് സെറ്റാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അന്നേരം കൊച്ചിൻ്റെ വീട് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. എൻ്റെ മനസ്സിലെ കലാകാരനെ വീണ്ടും ഇവര് ഉണർത്തി. പിന്നെ ഹാപ്പി ന്യൂസ് ഉണ്ട് എല്ലാവർക്കും. ജയിലും പഠിക്കുന്ന എല്ലാവരുടെയും പരീക്ഷ മാറ്റി വെച്ചിരിക്കുന്നു. കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, 4-ാം തീയതി എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. 3-ാം തീയതി എൻ്റെ പരീക്ഷ കഴിയും. 3-ാം തീയതി ഉച്ച കഴിഞ്ഞ് കയറിയിട്ട് 4-ാം തീയതി കല്യാണത്തിന് പോകണോ അതോ അച്ഛനെയും അമ്മേനെയും പറഞ്ഞു വിടണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ കല്യാണത്തിന് അവർ 3 തരണോന്ന്. അപ്പം ചങ്ങനാശ്ശേരിയില്ല. അപ്പം പോകണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പോവും. എന്നുവെച്ചാൽ ഇത്ര മൃഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഇവരിവിടെ കാണും. അപ്പം ഇങ്ങനെ എന്താ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു 3 ദിവസമായിട്ട്. അപ്പോൾ എക്സാം ഒന്ന് മാറ്റി വെച്ചു. ആശാരം ഞാൻ നോക്കിയോ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര മാളുണ്ട്, കമ്പൊക്കെ വെച്ച് കെട്ടിത്തരും. എന്നിട്ട് കുറച്ചുകൂടെ എഴുതാനുണ്ട്, അത് എഴുതാൻ വേണ്ടി ഞാൻ പോകും. വെച്ച് കെട്ടിക്കോളാന്ന് പറഞ്ഞേ. എക്സാം മാറ്റി വെച്ചു. ഇനി നമുക്ക് ക്രിസ്മസ് കൂടാം, ന്യൂ ഇയർ കൂടാം. പക്ഷെ എനിക്ക് ന്യൂ ഇയർ കൂടാൻ ഒക്കത്തില്ല കേട്ടോ, എനിക്ക് പോണം. അപ്പം ഞങ്ങൾ മേൽക്കൂര ഉണ്ടാക്കി. നമ്മുടെ കോഴിക്കൊക്കെ പ്രായമായിരുന്നു, പൂവനെ കൊല്ലാം. അതെ അതെ, അമ്മ പാത്രം കഴിവായിരുന്നു കേട്ടോ, നനഞ്ഞ് നിൽക്കുവാണ്. അതെ, ചേട്ടായുടെ സന്തോഷം കാണാൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാ അല്ലേ. കത്ര കിട്ടിയില്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുട്ടന്റെ കയ്യില ആണോ? അപ്പം ഇത് ഞങ്ങളുടെ മേൽക്കൂര സെറ്റായി കേട്ടോ. ഇതാണ് മേൽക്കൂര. ഇനി അത് നല്ലല്ലേ അമ്മേ? എന്നാണ് ഞങ്ങൾക്കൊരു വിലയില്ലാത്ത പോലെ. ഉച്ച തൊട്ട് ഇവിടെ 2 പേര് മോളെ നമുക്ക് സിമെന്റ് വെച്ച് പണിയണോ കമ്പി വാടകയ്ക്ക് എടുക്കണോ എന്നൊക്കെ പ്ലാനും പതിയായിരുന്നു. ഞാൻ TV കാണുമായിരുന്നു കേട്ടോ. ഈ ചേട്ടായിക്ക് പരീക്ഷ ആയതുകൊണ്ട് ഇതാണ് ഞങ്ങൾ പുൽക്കൂട് വേണ്ടാന്ന് വെച്ചതായിരുന്നു. അപ്പം പിന്നെ ഓർത്തു, പിന്നെ ഇനിയിപ്പം ഞങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയി കഴിയുമ്പോൾ വല്ല ലീവും കിട്ടാതൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെയും ഞങ്ങൾക്ക് പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ പറ്റാതായി പോവും, ഇതുപോലെ എക്സാം ടൈം വല്ലതും ആണെങ്കിൽ. അതുകൊണ്ട് ഈ തവണ അവസരം ഉള്ളപ്പോൾ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു. അതെ, ഞാൻ നോക്കിയപ്പോഴേ ഫോൺ വെറുതെ അടിക്കുക, കൂട്ടുകാരും എല്ലാം സന്തോഷം കൊണ്ടേ വിളിക്കുക, മാറി മാറി ഫോൺ അടിച്ചോണ്ടിരിക്കുക. അന്നേരം ഞാൻ 1-2 പ്രാവശ്യം വന്ന് എടുത്തപ്പം കട്ടായി പോയി പെട്ടെന്ന്. അന്നേരം ഞാൻ പറയും ഇവനോട് അത്യാവശ്യം വല്ലതും കാണും, അതുകൊണ്ട് നീ നോക്കടാന്ന് പറഞ്ഞു. മോനും അങ്ങോട്ട് പോകുന്നതും കാണും, ഫോൺ എടുക്കുകയും ചെയ്തു. ഒരു 5-6 തുള്ളിച്ച പറിക്കാത്ത നിന്ന് ഇതെന്നാ പരിപാടി. ആശാൻ എനിക്ക് സെറ്റാക്കി തന്നു കേട്ടോ, ഞാൻ തന്നെ. പപ്പ നമ്മുടെ
മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ തന്നെ ആയപ്പോഴത്തേക്കും പയ്യെ വന്ന് കൂടിയതാ കുട്ടമ്മനെ ഇപ്പൊ വരാന്നുണ്ടെന്ന് പോയി. കുട്ടമ്മൻ കള്ളൻ ഇപ്പൊ ഒരു മറ്റേ കാലിത്തൊഴുത്ത പോലൊക്കെ ഫീലൊക്കെ ചെയ്യുന്നുണ്ട്. മേൽക്കൂര പൊളി അടിപൊളി. അതിന് കൊച്ചിന്റെ വീട് എടുത്തോണ്ട് വെക്ക, വീടെടുത്തോണ്ട് വെക്കാവേ. വീടൊക്കെ സെറ്റാ. ഒന്നാം ഗഡു പൈസ കിട്ടിയപ്പോ കൊച്ചു മണ്ണും കൊണ്ട് തറയൊക്കെ പണിതു. രണ്ടാം ഗഡു കിട്ടിയപ്പോ ബ്ലോക്കിന്റെ പൈസ ഇല്ല, രണ്ടാം ഗഡു കിട്ടിയപ്പോ മേൽക്കൂര പണിതു. ഇനി ബാക്കി കൂടെ സെറ്റ് ആവണം, കൂടെ സെറ്റ് ആക്കണം. കൊച്ചിന്റെ അത് എടുത്തോണ്ട് വെച്ച് ചാക്കിട മണ്ണും കൂടി ഇടണ്ടേ? അല്ല പ്ലാസ്റ്റിക് ഇട്ടാ, കറുത്ത പ്ലാസ്റ്റിക് ഇട്ടാ. ഞാൻ ആദ്യം പ്ലാൻ ചെയ്താ, ഞാൻ നാട്ടിൽ വന്നില്ലേ, ഇവന് നാട്ടിൽ വന്നപ്പോഴേ കുറച്ച് മണ്ണെടുത്ത് പിടിച്ചിട്ട് കുറച്ച് തെന മേടിച്ച് മുളപ്പിക്കണം ഓർത്താ. അപ്പൊ ഞാൻ ഈ പരീക്ഷ ഇടയ്ക്ക് ഇതൊന്നും പണിയാൻ സമയം കിട്ടിയ ചുമ്മാ എന്തിനാ വിറ്റാലും ബാക്കിയിരുന്നു. നീ അന്നേരം ഇട്ടാ മതിയായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി അവിടുന്ന് വിളിച്ചപ്പോ. നമുക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ. MG യൂണിവേഴ്സിറ്റിയാണ്, MG അല്ല രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി. അപ്പൊ കുട്ടമ്മൻ ഇവിടെ ഇരുന്ന് എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ വീടെടുത്ത് വെക്കുക. അത് നമുക്ക് അതിൻ്റെ അകത്ത് പുല്ല് വെച്ചാ പോരെ? അത് ഞാൻ വെച്ച് നോക്കട്ടെ. അത് എങ്ങനെയാലും നിലനിർത്തണം നമുക്ക് അതിന്റെ മണ്ടയില്. നോക്കാവേ. ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ്. വളരെ ചെറുതാണല്ലോ ദാസാ. ആ സംഭവം കുറച്ചിരി പുറകോട്ട് ഇറക്കി വെക്കണം. മേൽക്കൂര ഇറക്കി വെക്കണം. അതിന് ഇതില്ലേ, ഇതിന്റെ അകത്ത് ഒരു ഫ്രെയിം ഉണ്ടാക്കണം, എന്നാലും അത് ഇരിക്കുള്ളൂ. ഇതിന്റെ അകത്തല്ലേ? അപ്പൊ നമുക്ക് അതിനുള്ള പരിപാടി നോക്കാം. അതിനുള്ള പരിപാടിയും കൂടെ നോക്കണം, അല്ലേ ഇരിക്കത്തില്ല. പരിപാടി നോക്കാം. അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം. അപ്പൊ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറത്തെ ഇരിപ്പിന് ശേഷം ഞാനും കൊച്ചും കൂടെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ചേ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വെച്ച് ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ നോക്കുന്നത്, അല്ലേ വെച്ചേ? കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നെന്ന് ഉള്ളതേ ഉള്ളൂ കേട്ടോ. കാര്യം പറഞ്ഞാൽ കൊച്ചു +2 ഒക്കെ കഴിഞ്ഞാലും കുഞ്ഞു മനസ്സാണ്. അപ്പം ഞങ്ങൾ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ആട്ടോ, വെറൈറ്റി. 3 കമ്പയിൽ ഞങ്ങൾ മറ്റേ സാധനം കിട്ടി. അപ്പോൾ അമ്മ ചായ കേട്ടോണ്ട് തന്നു. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞില്ലേ? അപ്പം അപ്പനും മോളും കൂടെ പുൽക്കൂടിന് ചുറ്റും പപ്പ വെച്ച് നടക്കുമായിരുന്നു. നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യം സെറ്റാ. അല്ലെങ്കിലും ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ തീരെയല്ലേടി? ഉറപ്പല്ലേ? ഈ വീട്ടിൽ ക്രിയേറ്റിവിറ്റി എനിക്ക് മാത്രമേ എന്നെ ചെയ്യാൻ. അപ്പം ഇനി എനിക്കും കൊച്ചും കൊണ്ട് പടക്കം മേടിക്കാം, ഉപ്പുറ വരെ പോകണം. പിന്നെ എക്സാം മാറ്റി വെച്ചില്ലേ, ഇനി നമുക്ക് എൻജോയ്മെന്റ് ആകാലോ. അപ്പം നമ്മൾ പടക്കം പൊട്ടിക്കണം. ഇനിയിപ്പം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം, രൂപങ്ങളൊക്കെ വെക്കണം. ഞങ്ങൾ കുളിച്ചില്ല കേട്ടോ, പിന്നെ പണിയുണ്ട്. കുളിച്ചിട്ട് രൂപങ്ങളെല്ലാം പറക്കി വെക്കാവേ. അപ്പോൾ നമുക്ക് ലൈറ്റും കൂടി ഇടാം, അതും കൂടി ഇട്ട് പണി തീർക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ലുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കത് കാണാം. അപ്പം ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും അല്ലേ വെച്ചേ? ഞെട്ടല്ലേ? ഇതാണ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത് നിങ്ങൾ കണ്ടതാണ് വീഡിയോയുടെ ആദ്യം. അപ്പം ഞങ്ങൾ അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്. ഞങ്ങൾ ചെറിയൊരു വേസ്റ്റ് ബോർഡ് പണി തുടങ്ങിയതാ, കണ്ടതാണല്ലോ. ചെളിയൊക്കെ വാരി തേച്ച് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്ത് പുല്ലൊക്കെ മണ്ടേ മേൽക്കൂര വെച്ചപ്പോഴത്തേക്കും സംഭവം സെറ്റായി. മേൽക്കൂര ആരാ ഉണ്ടാക്കിയേ? അത് ഇവിടുത്തെ നടക്കത്തെ പുള്ളി. വേലി ആരാ കിട്ടിയേ? അവിടുത്തെ ചെറിയ വേലി. കിണറാരാ കുത്തിയത്? കിണർ കുത്തിയത് നീ. തീ വായുന്ന സാധനം വെച്ചത് ഞാനാ. പൂ വെച്ചതാരാ?
ആ ചെടി ഈ ചെടിയും വെച്ചത് പപ്പ. എടോ എല്ലാം ഞാൻ മാത്രമേ പറയാവുള്ളൂ. അപ്പം നമ്മുടെ ഇതുണ്ടോ ഫുള്ള് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഇതെന്നാ സംഭവത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു പിടുത്തമില്ലെങ്കിലും ഞങ്ങൾ പറയുന്നത് ട്രീ എന്നാ കേട്ടോ. ഞങ്ങൾ ട്രീ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾ അത് മാത്രം പാടി, പക്ഷെ എന്നാലും ഒരു കോണ് ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ ഡി. അടുത്താണ് നമുക്ക് നല്ല ട്രീ ഒക്കെ വെക്കാം. ഇതൊക്കെ നമ്മൾ ഓടിച്ച് ചെയ്തല്ലേ. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം പുൽക്കൂട് കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? അപ്പം ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കാം കേട്ടോ. ഇത്രയും നേരവും അതായത് എൻ്റെ എക്സാം മാറ്റി വെക്കുന്നോളം വരെ ഇവിടെ ക്രിസ്മസും ഇല്ലായിരുന്നു, ആഘോഷം ഇല്ലായിരുന്നു, പടക്കവും മേടിക്കണമായിരുന്നു, ബിരിയാണിയും വെക്കണ്ടായിരുന്നു. ഇപ്പം എൻ്റെ എക്സാം ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ ഇവിടെ പുൽക്കൂടായി, ക്രിസ്മസ് ട്രീ ആയി, പടക്കമായി, ബിരിയാണിക്കുള്ള ലിസ്റ്റായി, എന്തൊക്കെ പരിപാടിയാ അല്ലേ. ഇനിയിപ്പം ഞങ്ങള് പോയി പടക്കവും അതെന്നു വെച്ചാൽ ഞങ്ങളുടെ പുൽക്കൂടിന് ഇടാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചൊരു ലൈറ്റിനായിരുന്നു. അത് ഞങ്ങളത് സേഫായിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ വയർ രണ്ടെണ്ണം വിട്ട് കിടക്കുന്നു. ഞാനത് ഒട്ടിച്ചൊക്കെ നോക്കി, പക്ഷെ കത്തുന്നില്ല. അപ്പം ലൈറ്റ് ഇല്ലാതെ ഒരു സെറ്റപ്പ് ഇല്ല. അപ്പം ഞങ്ങൾ പോയി ലൈറ്റും മേടിച്ച് ഞങ്ങൾക്ക് വൈകിട്ട് പൊട്ടിക്കാനുള്ള പടക്കവും മേടിച്ച്, പിന്നെ അമ്മയ്ക്കുള്ള എന്തൊക്കെയാ ഉപ്പുപൊടി, ബിരിയാണി അരി, നെയ്യ്, കേക്ക് നമ്മൾ മേടിച്ച് ഓൾമോസ്റ്റ് 2-3 എക്സ്ട്രാ വന്നു, അവർക്ക് കൊടുത്തു. അപ്പം 2-3 കേക്ക് കൊണ്ട് മേടിക്കണം. നാളെ ആരെങ്കിലും വരുമെന്ന് അറിയില്ല. അപ്പം വീണ്ടും 2 കൂടെ കൂടുതൽ മേടിക്കണം. അപ്പോൾ പോയിട്ട് വരാം.